Hello everyone, welcome back to Litera Huddles. Let's learn together. Today we are discussing the lesson War, written by Luigi Pirandello. Let's see more about the author Luigi Pirandello. Luigi Pirandello was born on 28 June 1867 and died on 10th December 1936. He was an Italian dramatist, novelist, poet and a short story writer. His greatest contributions were his plays. He was awarded the 1934 Nobel Prize in Literature. Pirandello's works include novels, hundreds of short stories, and about 40 plays. ഇറ്റലിയിൽ ജനിച്ച ലൂജി പിരാൻഡലോ ഡ്രമാറ്റിസ്റ്റ്, നോവലിസ്റ്റ്, പോയറ്റ്, ഷോർട്ട് സ്റ്റോറി റൈറ്റർ എന്നീ നിലകളിൽ ഫേമസ് ആയ ഒരാളാണ്. 1934 നോബൽ പ്രൈസ് വിന്നറായ അദ്ദേഹത്തിൻ്റെ മികച്ച കോൺട്രിബ്യൂഷൻസ് ഓഫ്കോഴ്സ് അദ്ദേഹത്തിൻ്റെ നാടകങ്ങളാണ്. ലെറ്റ്സ് ഹാവ് an introduction to the story War. War was written in 1918 and it is set in a train carriage in Italy during World War I. The entire nation is at war and the passengers at the railway station can be seen with their own feelings. The story attempts to portray the effects of war on the common people. We could feel the story as a realistic one. The characters in the story were grieving parents because of the departure or loss of their sons who have been sent to the battlefront. വേൾഡ് വാർ വണ്ണിൻ്റെ പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ട ഈ ഷോർട്ട് സ്റ്റോറി പബ്ലിഷ് ചെയ്തത് 1918 സ്റ്റോറിക്ക് ആസ്പദമായ സംഭവങ്ങൾ നടക്കുന്ന ഒരു റെയിൽവേ കാരേജിലാണ്. ഇറ്റലിയെ സംബന്ധിച്ചിടത്തോളം നേഷൻ പൂർണ്ണമായും യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു അത്. ആ റെയിൽവേ സ്റ്റേഷനിൽ കാണാൻ സാധിച്ച എല്ലാവർക്കും അവരുടേതായ നഷ്ടങ്ങളും ദുഃഖങ്ങളും ഒക്കെ അനുഭവിക്കുന്നവരായിരുന്നു. കോമൺ പീപ്പിളിനെ എങ്ങനെ വാർ എഫക്റ്റ് ചെയ്യുന്നു എന്നതിൻ്റെ ഒരു വിവരണം കൂടിയാണ് ഈ ഷോർട്ട് സ്റ്റോറി. റിയലിസ്റ്റിക്കായി നമുക്ക് ഫീൽ ചെയ്യുന്ന ഈ സ്റ്റോറിയിലെ മെയിൻ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ആൺമക്കളെ യുദ്ധത്തിന് അയക്കേണ്ടി വന്ന അല്ലെങ്കിൽ യുദ്ധത്തിൽ മരണപ്പെട്ടു പോയ ആൺമക്കളുടെ പാരൻസ് ആണ്. അവരുടെ സങ്കടങ്ങൾക്കൊപ്പമാണ് സ്റ്റോറി മൂവ് ചെയ്യുന്നത്. ലെറ്റ്സ് ബിഗിൻ ദ സ്റ്റോറി. Some passengers from Rome have to spend the night abroad in a second-class railway carriage parked at a station, waiting for the departure of the local train. At dawn, a husband and wife board a small train carriage, joining the 5 people who have already spent the night in it. The woman was in deep mourning and she was bulky, almost like a shapeless bundle. Her husband followed her, puffing and mourning. കഥ നടക്കുന്നത് ഫാബ്രിയാനോ എന്നൊരു റെയിൽവേ സ്റ്റേഷനിലാണ്. അടുത്ത പ്ലേസിലേക്ക് പോകുന്നതിന് വേണ്ടി ഒരു ട്രെയിൻ സ്റ്റേഷനിൽ നിർത്തിയിട്ടിരിക്കുകയാണ്. റോമിൽ നിന്ന് തിരിച്ച യാത്രക്കാരായിരുന്നു അതിൽ. അതിരാവിലെ തന്നെ ഒരു ഭാര്യയും ഭർത്താവും ആ ട്രെയിനിലേക്ക് വന്ന് കയറി. ഓൾറെഡി അവിടെ 5 പേരുണ്ടായിരുന്നു. ആ കപ്പിളിലെ ഭാര്യ വല്ലാണ്ട് കരയുന്നുണ്ടായിരുന്നു. അവരുടെ അപ്പിയറൻസ് നോക്കിയാൽ നല്ലോണം തടിച്ചൊരു സ്ത്രീയായിരുന്നു. കണ്ടാൽ തീരെ ഷേപ്പൊന്നും ഇല്ലാത്തൊരു ബണ്ടിൽ പോലെ ഉണ്ടായിരുന്നു. ദ ഹസ്ബൻഡ് വാസ് എ ടൈനി മാൻ, തിൻ ആൻഡ് വീക്ലി, ആൻഡ് ഹിസ് ഫേസ് വാസ് എക്സ്ട്രീംലി പെയിൽ. ഹിസ് ഐസ് വെർ ഷൈനി ആൻഡ് ബ്രൈറ്റ് ആൻഡ് ഹി ലുക്ഡ് ഷൈ ആൻഡ് അൺഈസി. Some of the passengers helped them in making a seat for her. The husband thanked the passengers for helping his wife. The husband inquires if she is all right, but she doesn't answer. വൈഫിൻ്റെ അപ്പിയറൻസിനെ പറ്റി നമ്മളിപ്പോൾ പറഞ്ഞല്ലോ. അതിന് നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു ഹസ്ബൻഡിൻ്റെ അപ്പിയറൻസ്. വളരെ മെലിഞ്ഞ് ക്ഷീണിച്ച ഒരു ചെറിയ മനുഷ്യനായിരുന്നു അയാൾ. അയാളുടെ മുഖം ഭയങ്കരമായിട്ട് വിളറിയിരുന്നു. പക്ഷേ അയാളുടെ കണ്ണുകൾ നല്ല ബ്രൈറ്റ് ആയിരുന്നു, അതുപോലെ തന്നെ ഷൈനിയുമായിരുന്നു. ഒരു നാണം കുണുങ്ങിയ പോലെയൊക്കെ തോന്നുമായിരുന്നു. കമ്പാർട്ട്മെൻറ്റിലുണ്ടായിരുന്ന ചിലർ ആ സ്ത്രീക്ക് ഇരിക്കാനായിട്ട് കുറച്ച് സ്ഥലം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു. അവരോടൊക്കെ നന്ദി പറഞ്ഞ ശേഷം ഹസ്ബൻഡ് ആ സ്ത്രീയോട് ചോദിച്ചു, ആർ യു ഓൾ റൈറ്റ്? ബട്ട് മൗനമായിരുന്നു മറുപടി. ദ ഹസ്ബൻഡ് ഫെൽറ്റ് ദാറ്റ് it is his duty to explain to others why his wife is grieving. Their only son is being sent to war in 3 days and they are going to see him off. He wanted the passengers to pity her as the war had taken away their only son. തൻ്റെ വൈഫ് ഇങ്ങനെ കരയുന്നതിൻ്റെയും ദുഃഖിച്ചിരിക്കുന്നതിൻ്റെയും ഒക്കെ കാരണം ഒപ്പമുള്ള പാസഞ്ചേഴ്സിനെ കൂടി അറിയിക്കേണ്ടതുണ്ട് എന്ന് അയാൾക്ക് തോന്നി. അയാൾ അവരോട് കേട്ട് പറഞ്ഞു, ഞങ്ങളുടെ ഒരേ ഒരു മകൻ 3 ദിവസത്തിനകം യുദ്ധത്തിലേക്ക് പോവുകയാണ്. അവനെ കണ്ടൊന്ന് യാത്ര പറയാനാണ് ഞങ്ങൾ പോകുന്നതെന്ന്. മറ്റുള്ളവർ ഇവരെ സിമ്പതിയോടെ നോക്കും, ആശ്വസിപ്പിക്കും എന്നൊക്കെയായിരുന്നു അയാൾ കരുതിയത്. A passenger in the train says he has 2 sons and 3 nephews at the war front, prompting the husband to stress that they are risking their only son. This sets off a passionate discussion about who is sacrificing the most. The husband argues the passenger by saying that if he loses any one son, has another left to comfort him. But in their case, he was the only son. The other man refuses to see that this makes any difference. ആ ഹസ്ബൻഡ് പറയുന്നത് ശ്രദ്ധിച്ച പാസഞ്ചേഴ്സിൽ ഒരാൾ പറഞ്ഞു,
നിങ്ങളുടെ മകൻ 3 ദിവസത്തിനുള്ളിൽ പോവാൻ പോകുന്നതല്ലേ ഉള്ളൂ. എൻ്റെ 2 ആൺമക്കളും 3 നെഫ്യൂസും ഇപ്പോഴും യുദ്ധമുഖത്ത് തന്നെയാണ് എന്ന്. അതായത് ഈ ഹസ്ബൻഡിൻ്റെ ദുഃഖത്തിനേക്കാളും താൻ ഒരുപാട് ദുഃഖം അനുഭവിക്കുന്നുണ്ട് എന്നുള്ളൊരു അർത്ഥത്തിൽ. ആർക്കാണ് കൂടുതൽ ദുഃഖം എന്ന തലത്തിലേക്ക് ചർച്ചകൾ വഴിമാറി. ഹസ്ബൻഡും വിട്ടുകൊടുത്തില്ല. അയാൾ പറഞ്ഞു, നിങ്ങൾക്ക് ഒരു മകനെ നഷ്ടപ്പെട്ടാലും തൽക്കാലം ആശ്വസിക്കാൻ മറ്റൊരെണ്ണമെങ്കിലും ഇല്ലേ? ഇവിടെ ഞങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് ആകെ ഉള്ളത് ഒരൊറ്റ മകൻ മാത്രമേ ഉള്ളൂ എന്ന് അയാൾ വാദിക്കുകയും ചെയ്തു. അങ്ങനെ പറയുന്നതിൽ ഒരു കഴമ്പുമില്ല എന്ന് പാസഞ്ചറും തിരിച്ചു വാദിച്ചു. Another man with the 2 sons at a war front continues by saying that a father gives all of his love to each of his children without any discrimination, even if one son is killed and other remains, for whom he must survive. While in the case of the father of an only son, if the son dies, the father can die too and put an end to his distress. Thus, the situation of man with the 2 sons would be still worse than that of a man with the 1 son. ഈ തർക്കങ്ങളൊക്കെ കേട്ട് മറ്റൊരു പാസഞ്ചർ രംഗത്തേക്ക് വന്നു. അയാളുടെ 2 ആൺമക്കളും യുദ്ധമുഖത്താണ്. അയാൾ പറഞ്ഞു, ഒരു പിതാവ് മക്കളെ സ്നേഹിക്കുന്നത് യാതൊരു വിധത്തിലുള്ള ഡിസ്ക്രിമിനേഷനും ഇല്ലാതെയാണ്. എങ്ങാനും ഒരു മകൻ കൊല്ലപ്പെട്ടാൽ മറ്റൊരു മകൻ ജീവിച്ചിരിപ്പുണ്ട്, അവന് വേണ്ടി നമ്മൾ ജീവിച്ചേ പറ്റൂ. ഒറ്റ മകൻ മാത്രമുള്ള അച്ഛനാണെങ്കിൽ അയാളാണ് ഭാഗ്യവാൻ. ആ മകൻ മരിച്ചാൽ എല്ലാ സങ്കടങ്ങൾക്കും അവസാനം വരുത്തി അയാൾക്കും മരിക്കാമല്ലോ. എങ്ങനെ നോക്കിയാലും 2 ആൺമക്കളുള്ള ഫാദേഴ്സിൻ്റെ അവസ്ഥ തന്നെയാണ് ഒരു മകനുള്ള ഫാദറിൻ്റെ അവസ്ഥയേക്കാൾ മോശമെന്ന് അയാൾ ഈ ഹസ്ബൻഡിനോട് തർക്കിച്ചു. The passenger explains that one cannot love one's son more than any of one's other children. He argued back by saying that he would really suffer twice what a father with 1 son would suffer. Parental love is not like bread that can split equally among children. A father loves his children equally without any discrimination. മക്കൾ എത്രയുണ്ടെങ്കിലും അവരെല്ലാം പാരൻസിന് ഒരുപോലെയാണെന്നും ഇതിൽ ആരോടും കൂടുതൽ ഇഷ്ടമോ കുറവിഷ്ടമോ കാണിക്കാൻ ഒരു പാരന്റിന് സാധിക്കില്ല എന്നും ആ പാസഞ്ചർ പറയുന്നു. ഒറ്റ മകൻ മാത്രമുള്ള ഫാദർ അനുഭവിക്കുന്ന ദുഃഖം തങ്ങൾക്ക് 2 വട്ടം അനുഭവിക്കേണ്ടതായി വരുന്നു. പാരൻ്റൽ ലവ് എന്നാൽ ആഹാരം പകുത്ത മക്കൾക്ക് നൽകുന്ന പോലെ കൊടുക്കുന്ന ഒരു സാധനമല്ല. ഒരു ഫാദർ മക്കളെ സ്നേഹിക്കുന്നത് ഒരു ഡിസ്ക്രിമിനേഷനും കാണിക്കാതെ ഒരുപോലെയാണെന്നും ആ പാസഞ്ചർ വളരെയേറെ ഇമോഷണലായി പറയുന്നു. ഹിയറിംഗ് ദ പാസഞ്ചേഴ്സ്, an old man began to talk. He was fat and red-faced, with the palest grey eyes, and those were bloodshot. The man was panting, and his eyes were bulging and showed extreme vitality, as if his weakened body could hardly contain it. His 2 front teeth were missing, and he attempted to hide it by covering his mouth with his hands. ഈ തർക്കങ്ങളൊക്കെ കേട്ടുകൊണ്ട് ഒരു സൈഡിൽ ഒരു ഓൾഡ് മാൻ ഇരിപ്പുണ്ടായിരുന്നു. അദ്ദേഹം രംഗത്തേക്ക് കടന്നു വന്നു. അയാൾ സാമാന്യം തടിച്ചൊരു മനുഷ്യനായിരുന്നു. അയാളുടെ മുഖം ചുവന്നതും കണ്ണുകൾ വിളറിയ ഗ്രേ നിറത്തോടു കൂടിയതുമായിരുന്നു. ആ കണ്ണുകൾ ചുവന്ന് കലങ്ങിയിരുന്നു. അയാൾ സംസാരിക്കുമ്പോൾ കിതയ്ക്കുന്നുണ്ടായിരുന്നു. ശരീരം ക്ഷീണിച്ചിരുന്നുവെങ്കിലും ആരോഗ്യവാനെ പോലെ അയാൾ സംസാരിച്ചു. അയാളുടെ മുൻനിരയിലെ 2 പല്ലുകൾ ഇളകിയിരുന്നു. ഇടയ്ക്കിടെ അയാൾ അത് തൻ്റെ കൈകൊണ്ട് മറയ്ക്കുവാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. The old man think it is natural for young people to go to the war front. This is because as they are young, their love for the country is greater than their love for their families. ആ ഓൾഡ് മാനെ സംബന്ധിച്ചിടത്തോളം യുദ്ധമുഖത്തേക്ക് ചെറുപ്പക്കാർ പോകുന്നത് സാധാരണമാണ്. അവർ ചെറുപ്പക്കാരാണ് എന്ന് അവരുടെ ഫാമിലിയോടുള്ളതിനേക്കാൾ അവരിന്ന് ചിലപ്പോൾ അവരുടെ രാജ്യത്തിനെ സ്നേഹിക്കുന്നുണ്ടാവും. ഇഫ് കൺട്രി ലൈക്ക് ബ്രെഡ് ഈസ് എ നെസസിറ്റി, ദെൻ സമ്മൺ മസ്റ്റ് ഗോ ടു ഡിഫെൻഡ് ഇറ്റ്. നമുക്ക് ആഹാരം എന്നത് ഒരാവശ്യമാണ്. അതുപോലെ തന്നെ രാജ്യത്തിനും ഒരാവശ്യം വന്നാൽ ആരെങ്കിലുമൊക്കെ അതിനുവേണ്ടി പോകേണ്ടി വരും. The old man says that people should stop crying if their sons die in war. So, ഇനി ആരും കരയരുത്. തങ്ങളുടെ മകൻ യുദ്ധം ചെയ്യാൻ പോയെന്ന് കരുതി ഒരു തുള്ളി കണ്ണുനീർ പോലും ആരും ഒഴുക്കരുത്. Instead, laugh or thank God because their son don't have to see the petty side of the life. പകരം ചിരിക്കണം, അല്ലെങ്കിൽ ദൈവത്തോട് നന്ദി പറയണം, ജീവിതത്തിൻ്റെ വികൃതമായ മുഖങ്ങളൊന്നും കാണാതെ നേരത്തെ തന്നെ അവരെ അങ്ങോട്ട് വിളിച്ചതിന്. The children may have interest of their own, including a love for their country, and they gladly fight for it. കുട്ടികൾക്ക് അവരുടേതായ ഇഷ്ടങ്ങളുണ്ട്, അതിൽ അവരുടെ രാജ്യത്തോടുള്ള സ്നേഹവും ഉണ്ടാവും. സോ വളരെ സന്തോഷപൂർവ്വം അവർ നാടിനു വേണ്ടി ഫൈറ്റ് ചെയ്യുന്നു. According to the old man, we belong to them, but they never belong to us. And when they reach 20, they are exactly what we were at their age. We too had a father and mother, but there were so many other things as well. Girls, cigarettes, illusions, new ties, and the country, of course, whose call we would have answered when we were 20, even if father and mother had said no.
The fat traveler argues that instead of feeling sad, these parents should realize that their children are dying satisfied. ഓൾഡ്മാൻ വീണ്ടും പറയുകയാണ്, നമ്മൾ പാരൻസ് അവർക്കുള്ളതാണ്, എന്നാൽ കുട്ടികൾ നമ്മൾക്കുള്ളതല്ല. നമുക്ക് 20 വയസ്സായിരുന്നപ്പോൾ നമ്മൾ എങ്ങനെയൊക്കെയായിരുന്നോ അങ്ങനെയൊക്കെ തന്നെയാണ് അവരുടെ ഈ പ്രായത്തിൽ അവരും. നമുക്കും ഫാദറും മദറും ഒക്കെ ഉണ്ടായിരുന്നു, ബട്ട് നമുക്ക് മറ്റ് പല കാര്യങ്ങളോടും താല്പര്യവും ഉണ്ടായിരുന്നു. ലൈക്ക് ഗേൾസ്, സിഗരറ്റ്സ്, ഇല്യൂഷൻസ്, പുതിയ കൂട്ടുകെട്ടുകൾ, അതുപോലെ തന്നെ രാജ്യത്തോടും. ഓഫ് കോഴ്സ് രാജ്യം നമ്മുടെ സേവനം ആവശ്യപ്പെട്ടാൽ തീർച്ചയായും നമ്മൾ പോവുക തന്നെ ചെയ്യുമായിരുന്നു. അത് നമ്മുടെ പാരൻസ് വേണ്ട എന്ന് പറഞ്ഞാൽ പോലും ഉള്ളിൽ തോന്നിയാൽ നമ്മളത് ചെയ്യുക തന്നെ ചെയ്യുമായിരുന്നു. അതുപോലെ തന്നെ വീണ്ടും അയാൾ എല്ലാവരെയും ഒന്നുകൂടി ഓർമ്മിപ്പിച്ചു, മക്കൾ യുദ്ധത്തിൽ മരിക്കുന്നുവെങ്കിൽ അവർ ആ മരണത്തിൽ പൂർണ്ണമായും സാറ്റിസ്ഫൈഡ് ആയിരിക്കുമെന്ന് ഓർക്കുക, അവരെ ഓർത്ത് സങ്കടപ്പെടാതിരിക്കുക. ഹി നോസ് ദിസ്, ഹി ടെൽസ് ദം, because his own son died in the war, and before dying his son sent him a message that he was dying satisfied at having ended his life in the best way he could have wished. The old man stops there. His lips were trembling, his eyes were watery. The other passengers agree with him. The wife, inconsolable until now, finds strength in his words. ആ ഓൾഡ്മാൻ വീണ്ടും സംസാരിച്ചുകൊണ്ടേയിരുന്നു. കുട്ടികൾക്ക് ആ മരണം ഇല്ലെങ്കിൽ അവരിപ്പോൾ വരിക്കാൻ പോകുന്ന മരണത്തിൽ സാറ്റിസ്ഫൈഡ് ആണ്, ഇല്ലെങ്കിൽ അങ്ങനെയാണ് അവർ എന്നെനിക്കറിയാം. കാരണം എൻ്റെ മകൻ മരിക്കുന്നതിന് മുമ്പ് എനിക്ക് പാസ് ചെയ്ത മെസ്സേജ് എന്തായിരുന്നുവെന്നോ, അവന് ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല രീതിയിലുള്ള മരണം തന്നെയാണ് അവൻ മരിക്കാൻ പോകുന്നത് എന്ന്, അതിൽ അവൻ പൂർണ്ണമായും സംതൃപ്തനാണ് എന്നുമായിരുന്നു. ഇത്രയും പറഞ്ഞ് അയാൾ നിർത്തി. അയാളുടെ ചുണ്ടുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു, കണ്ണുകൾ നനഞ്ഞിരുന്നു. ഒപ്പമുണ്ടായ പാസഞ്ചേഴ്സ് എല്ലാം അയാൾ പറഞ്ഞതിനോട് യോജിച്ചു. ഇത്രയും നേരവും വിതുമ്പി കരഞ്ഞുകൊണ്ടിരുന്ന ആ വൈഫ് ഈ ഓൾഡ് മാൻ്റെ വാക്കുകൾ കേട്ടിരുന്നു. തന്നെ സമാധാനിപ്പിക്കാൻ പറ്റുന്ന എന്തോ ഒന്ന് ആ മനുഷ്യൻ്റെ വാക്കുകളിലുണ്ടെന്ന് അവർ തിരിച്ചറിഞ്ഞു. The wife, as if walking from a dream, says to the old man, "Then, is your son really dead?" The old man looks at her, tries to answer, but he can't. He seems to realize for the first time that his son is gone forever. He weeps uncontrollably. തൻ്റെ മകൻ വീരമൃത്യു വരിച്ച കാര്യം യാതൊരു ദുഃഖവുമില്ലാതെ മകനെ ഒരു ഹീറോയിക് പരിവേഷത്തോടുകൂടി അവതരിപ്പിച്ച ആ ഓൾഡ് മാൻ്റെ ശാന്തതയും ധീരതയും ഫെലോ പാസഞ്ചേഴ്സ് കൺഗ്രാറ്റുലേറ്റ് ചെയ്തു. ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന ആ സ്ത്രീ ഒരു സ്വപ്നത്തിലെന്ന വണ്ണം ആ ഓൾഡ് മാൻ്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് അയാളോട് ചോദിച്ചു, അപ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ മകൻ മരിച്ചുവോ? ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ അയാൾ അവർക്ക് നേരെ നോക്കി, പക്ഷേ ഉത്തരം പറയാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. പെട്ടെന്ന് അയാളുടെ മുഖഭാവമൊക്കെ മാറി. തലച്ചുകൊണ്ട് അയാൾ അവർക്ക് മുമ്പിൽ പൊട്ടിക്കരഞ്ഞു. ആദ്യമായി അയാൾ മനസ്സിലാക്കിയായിരുന്നു ഇനി ഒരിക്കലും തൻ്റെ മകൻ മടങ്ങി വരില്ല എന്ന്, അവൻ മരിച്ചുപോയി എന്ന്. ലൂജി പിരാൻഡലോയുടെ വാർ എന്ന സ്റ്റോറി ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ഇതിൽ ഡിസ്കസ് ചെയ്യുന്ന മേജർ തീംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പാട്രിയോട്ടിസം. While the passengers have different opinion over whose grief is greater, they all have a strong patriotic feelings. No one even suggests that their son shouldn't have to fight in the war. It's alright to feel sorrow, but it would be unthinkable to remove the cause. On the other hand, a young person loves their country more than they love their parents. ഈ സ്റ്റോറിയിലെ മെയിൻ തീമാണ് പാട്രിയോട്ടിസം അഥവാ രാജ്യസ്നേഹം. സ്റ്റോറിയുടെ ആദ്യം നമുക്ക് കാണാൻ സാധിക്കുന്നത് ആരുടെ ദുഃഖത്തിനാണ് ആഴ കൂടുതലെന്ന് ആർഗ്യൂ ചെയ്യുന്ന പാരൻസിനെയാണ്. എല്ലാവരിലും രാജ്യസ്നേഹം പ്രകടമായി കാണാമായിരുന്നു. തങ്ങളുടെ മക്കളെ യുദ്ധത്തിന് വിടേണ്ടിയിരുന്നില്ല എന്ന ഈ സ്റ്റോറിയിൽ എങ്ങും ആരും പറഞ്ഞതായിട്ട് നമ്മൾ കണ്ടില്ല. മക്കൾ നഷ്ടപ്പെട്ടതിൽ ആഴത്തിലുള്ള സങ്കടമുണ്ടെങ്കിൽ പോലും വേണ്ടിയിരുന്നില്ല എന്ന് ആരും പറയുന്നതുമില്ല. മറിച്ച് യങ് പീപ്പിളിൻ്റെ കാര്യമെടുത്താലോ, എത്ര സാറ്റിസ്ഫാക്ഷനോടുകൂടിയാണ് അവർ യുദ്ധമുഖത്ത് നിൽക്കുന്നത്. ഓൾഡ് ട്രാവലറിൻ്റെ മകൻ്റെ മെസ്സേജ് അതിനൊരു എക്സാമ്പിളാണ്. ആ മക്കൾ ഇന്ന് ഫാമിലിയേക്കാൾ രാജ്യത്തെ സ്നേഹിക്കുന്നു. സോ പാട്രിയോട്ടിസം അഥവാ രാജ്യസ്നേഹം ഈ സ്റ്റോറിയിൽ ഡിസ്കസ് ചെയ്യുന്ന ഒരു മെയിൻ തീമാണ്. Another theme is intellectualizing emotions. The old man avoids dealing with his grief by intellectualizing over the death of his son. He claims that young people wouldn't want their parents to cry over them because if they die inflamed and happy. The old man amends his statement that everyone should laugh. That's too much even for him. Instead, they should thank God and their children died satisfied and happy. തൻ്റെ ഇമോഷൻസിനെ മറയ്ക്കാൻ ശ്രമിക്കുകയാണ് ഇവിടെ ഓൾഡ് മാൻ ചെയ്യുന്നത്. അദ്ദേഹം പറയുന്നുണ്ട്, നമ്മൾ കരയാൻ പാടില്ല, മറിച്ച് ചിരിക്കണമെന്ന്. മക്കൾ മരിക്കുകയാണെങ്കിൽ അവർ സന്തോഷത്തോടു കൂടിയും സംതൃപ്തിയോടു കൂടിയുമാണ് മരിക്കുന്നതെന്ന് പറയുന്നു. അതുപോലെ തന്നെ മക്കൾക്ക് ഇത്തരത്തിലുള്ള മരണം വിധിച്ചതിന് ദൈവത്തോട് നന്ദി പറയണം എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. സ്വന്തം ദുഃഖത്തെ മറക്കാൻ മറ്റ് പല കാര്യങ്ങളും പറഞ്ഞ് ഇമോഷൻസിനെ ഹൈഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്.
അടുത്തതായി parental love. From the beginning of the story, we could see the arguments made by the parents about their love towards their children. In the climax of the story, we could see the old man obviously spend time rationalizing his son's death, trying to convince himself. സ്റ്റോറിയുടെ ബിഗിനിങ്ങിൽ പാരൻസിന് കുട്ടികളോടുള്ള സ്നേഹത്തെ ചൊല്ലിയുള്ള ആർഗ്യുമെൻറ്റ്സ് നമുക്ക് കാണാൻ സാധിക്കും. ക്ലൈമാക്സിലോ ഒരു ഓൾഡ് മാൻ തൻ്റെ മകൻ്റെ മരണത്തെക്കുറിച്ചുള്ള ഓർമ്മകളിൽ നിന്ന് രക്ഷപ്പെടാൻ പല കാരണങ്ങളും മെനഞ്ഞെടുത്ത് വിശ്വസിക്കാൻ ശ്രമിക്കുന്നതും കാണാം. He has built an argument centered on the duty, sacrifice, and love for the country his son was a hero. But those arguments were like a wall just put up to block his pain. His lips quivers and his eyes water. He already knows he is lying to himself. Ironically, he is losing his composure as the wife is finding hers. മക്കളുടെ ഡ്യൂട്ടിയെക്കുറിച്ചും തൻ്റെ മകൻ്റെ ത്യാഗത്തെക്കുറിച്ചും രാജ്യസ്നേഹത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞ് മകനെ ഒരു ഹീറോയായി ചിത്രീകരിക്കുന്ന ഓൾഡ് മാൻ. ബട്ട് അയാൾ ക്രിയേറ്റ് ചെയ്യുന്ന ഈ ഇമേജസ് ഒക്കെയും തൻ്റെ വേദനകളെ മറക്കാൻ അയാൾ തന്നെ മെനഞ്ഞെടുത്തതാണ്. ക്ലൈമാക്സ് സീനിൽ നമ്മൾ കാണുന്നത് തൻ്റെ മകൻ മരിച്ചു എന്ന് പറയാനാവാതെ വിതുമ്പിക്കരയുന്ന ആ മനുഷ്യനെയാണ്. അയാളോട് തന്നെ കള്ളങ്ങൾ പറയുകയായിരുന്നു. ഇത്രയും സ്ട്രോങ് ആയി നിന്ന അയാൾ കരയുന്നതോടുകൂടി ഇത്രയും നേരം കരഞ്ഞും വിഷമിച്ചും പിറുപിറുത്തും ഇരുന്ന ആ വൈഫിന് തൻ്റെ സങ്കടങ്ങളെ പിടിച്ചു നിർത്താനുള്ള എന്തോ ഒന്ന് അയാളുടെ സംസാരത്തിൽ നിന്ന് കിട്ടി എന്ന് പറയുന്നതാണ് ഈ സ്റ്റോറിയിലെ ഐറണി അല്ലെങ്കിൽ വിരോധാഭാസം. ഇന്നത്തെ ഡിസ്കഷൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുന്നുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്സ് എപ്പോഴത്തെ പോലെ ഇനിയും കമൻറ്റ് ചെയ്യുക. സജഷൻസും ഡൗട്ട്സും ഒക്കെ കമൻറ്റ് ചെയ്യണം. ലിറ്ററ ഹാർഡിൽസ് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ്. താങ്ക് യു.